അയ്യോ പോറ്റി അദ്ദേഹമല്ലേ ഇവളെന്റെ പോക്കറ്റ് അടിച്ചു പിടിച്ചിട്ടുണ്ട് കൊടുത്താട്ടെ. സ്ത്രീകളെ പൊതുസ്ഥലത്ത് വെച്ച് തല്ലാൻ പാടില്ല. മാറ്റി വെച്ചതല്ലേ അത് താൻ തന്നെ വലിയ എന്നാ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകാൻ എന്നെ ഒന്ന് സഹായിക്കും. ഞാൻ മതിയാവാനോ? എന്നാ പിടി പിടിച്ചേ. അപ്പോ കൊള്ളാവുന്ന അല്ലാതെ വേണ്ടിയില്ല. പോലീസ് സ്റ്റേഷൻ വെച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് പെണ്ണുങ്ങളെ കെട്ടിപ്പിടിച്ചാൽ അതിന്റെ കെട്ടിപ്പിടി അല്ലേ ഏമാനെ, ഇത് പോക്കറ്റടിയാണ്. വിട്ടാൽ അവൾ ഓടും. പിന്നെ ഞങ്ങൾ എന്തിനാ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വാദിക്ക് വിടിയാണോ? എടാ പോക്കറ്റ് ഇല്ലാത്ത നിന്നെ എങ്ങനെയാടാ ഇവള് പോക്കറ്റ് അടിച്ചത്? എന്റെ മൂത്ത മോൾ അങ്ങ് ഗൾഫിൽ നിന്ന് അയച്ചു തന്ന കുട്ടിനിക്കറിന്റെ പാക്കറ്റിലാ ഞാൻ പണം ഇട്ടിരുന്നേ. മുണ്ട് താഴ്ത്തിയിടാൻ പറയടോ, താഴ്ത്തിയിടാൻ പറ. താഴ്ത്തി കിട്ടോ? സാറാമേ, സാറാം എന്തിനാ സാർ ഇവിടെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഇടോ സ്ത്രീകളെ പുരുഷന്മാർ കൈകാര്യം ചെയ്യാൻ പാടില്ല എന്നല്ലേ പുതിയ ഉത്തരവ്? സാറാമേ വിളി, സാറാമേ വിളി. അല്ല സാറാമേ, സാറാമേ, സാറേ ഒട്ടി നോക്കുന്നു ഇവിടെ തല്ലു ഓടിക്കുന്നു കേട്ടോ. പിന്നെ ഞാൻ സാറേ സാറേ സാറ് ഇവിടെ അടിക്കല്ലേ, ഇവള് കയറി മന്ത്രിയായി പോവും. ആ നേരാ, ഞാനതങ്ങ് മറന്നുപോയി. എന്റെ കയ്യിൽ നിന്ന് ഇതുവരെ അടി മേടിച്ചിട്ടുള്ള എല്ലാവരും മന്ത്രിമാരായിട്ടുണ്ട്, അറിയാമോ? ഏതായാലും ഇനി കുറച്ചു നാളത്തേക്ക് ഇദ്ദേഹം കയറി ആരെ അടിക്കുകയും ചെയ്യരുത്. ശരിയാ, വല്ല അലവരാദികളും കയറി മന്ത്രിയാവും. സാറാമേ ഇവിടെ അകത്ത് കൊണ്ടുപോയി ദേഹപരിശോധന നടത്തി തൊണ്ടി സാധനങ്ങളെല്ലാം എടുത്തോളൂ. എനിക്കൊന്ന് അങ്ങോട്ട് പോകാമോ? എന്റെ രൂപ കിട്ടാതെ ഞാൻ എങ്ങനാ പോകുന്നേ? ഏത് രൂപ? ഇടോ മാസ്റ്റർ എഴുതി കേസ് ചാർജ് ചെയ്ത് കോടതിയിലേക്ക് അയക്കും. എന്റെ കർത്താവേ, ഞാൻ ഇനി കോടതിയിലും കയറണം. ഞാൻ കോടതിയിലേക്ക് പോകണ്ട, കോടതി തന്നെ വീട്ടിലേക്ക് വരും. വലിയ ഉപകാരം. അത് കുറെ കാലം കഴിയും. എന്നത്തേക്ക് കിട്ടുവോ? ഒരു 6, 8, 9, 10, 11, 12 കൊല്ലാവും. എവിടെ 8, 9, 10, 12 കൊല്ലം? താൻ എണ്ണം പഠിക്കുകയാണോ? എടോ മിക്കവാറും താൻ ചത്ത് തന്റെ 16 അടി തലത്തിൽ കിട്ടും. ചതിച്ചോ കർത്താവേ? പിന്നെ ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ ഞങ്ങളുടെ ആൾക്കാരും ഉണ്ട്. താൻ കൈക്ക് ജോലി ഉണ്ടാക്കാതെ പോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരൂ. ഒരു പരാതിയെങ്കിലും എഴുതിയെടുക്കണം സാർ. അപ്പൊ താൻ കേസാക്കി കോടതി കയറിയേ അടങ്ങും. എനിക്ക് റെക്കോർഡ് വേണം. പേര് മത്തൻ. അപ്പന്റെ പേര്? ഇട്ട. വീട്ടുപേര്? വേലിക്കകത്ത്. നല്ല ഉഗ്രൻ പേര്, വേലിക്കകത്തട്ട മത്തൻ. അതാ എന്റെ പേര്. അങ്ങത്തെ ഇത് പെൺവേഷം കിട്ടിയൊന്ന പുരുഷനാ. ആട്ടെ, ഇവന് ദേഹപരിശോധന നടത്തിയോ? നടത്തി. തൊണ്ടി വല്ലതും കിട്ടിയോ? ഏതാണ്ടൊക്കെ ഉണ്ടെന്നാ തോന്നുന്നു. ഇവൻ ഖാലിസ്ഥാൻ തീവ്രവാദിയായിരിക്കും. ഇവന്റെ കയ്യിൽ കൃപാണം കാണും. ഇവന് സൂക്ഷ്മ പരിശോധന അത്യാവശ്യമാണ്. സാറടിക്കരുത്, ഇവൻ കേറി മന്ത്രിയാകും. നേരാ. അല്ല ഇതാര്? നാരായണൻ നമ്പൂതിരിയോ? ഇരിക്കണം. മനസ്സിലായില്ലല്ലോ. ആരാ? എന്റെ പേര് നാരദൻ. എന്റെ ഒരു സ്നേഹിതനാ. നാരദനോ? പണ്ടൊക്കെ ഇത്തരം പേരുകൾ പുരാണങ്ങളിലേ കേട്ടിട്ടുള്ളൂ. ഇപ്പോൾ ഭൂമിയിലും വന്നിരിക്കുന്നു. അതെ അതെ, ഒരു പുതുമയുണ്ട്. പഴമയുടെ ആവർത്തനമാണല്ലോ പുതുമ. ഡെഫിനറ്റ്ലി. അപ്പൊ പിന്നെ എന്താ പതിവില്ലാതെ ഈ വഴി? ഇദ്ദേഹത്തിന് സ്വല്പം രാഷ്ട്രീയം പഠിച്ചാൽ കൊള്ളാവുന്നുണ്ട്. അയ്യോ, ഇപ്പൊ പറ്റിയ സമയമല്ല. ഒരല്പം മുമ്പായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് സമയമായിരുന്നു. എല്ലാം നേരിട്ട് കണ്ടു പഠിക്കാമായിരുന്നല്ലോ. ഈ തെരഞ്ഞെടുപ്പിന്റെ ചൂടും പ്രയാസങ്ങളും ഒക്കെ ഒന്ന് മാറട്ടെന്ന് കരുതി. ഓ, തെരഞ്ഞെടുപ്പിന്റെ ചൂടൊക്കെ എന്നേ കഴിഞ്ഞു. ഇത്തവണ സീറ്റ് തരാതെ അങ്ങേ തഴഞ്ഞെന്ന് കേട്ടപ്പോൾ ജനങ്ങൾ ഞെട്ടിപ്പോയില്ലേ? എന്നെ തഴഞ്ഞതോ പോട്ടെ. പാർട്ടിയിൽ എന്നെ ഏറ്റവും കൂടുതൽ എതിർത്തവന് ഈ സീറ്റ് കൊടുത്താലേ എനിക്ക് പ്രയാസമുള്ളൂ. അതിനെന്താ, നിന്ന പോലെ തന്നെ തോറ്റു തൊപ്പിയിട്ടില്ലേ? തോറ്റതല്ല, തോൽപ്പിച്ചാണെന്ന് പറയണം. ബൈ ദ ബൈ, ഇദ്ദേഹം നമ്മുടെ ആള് തന്നെയല്ലോ. വിശ്വസ്തൻ, പരിശുദ്ധൻ, സത്യസന്ധൻ. ഞാൻ ജീവിച്ചിരിക്കെ എന്റെ മണ്ഡലത്തിൽ എന്റെ പാർട്ടിയിൽപ്പെട്ട വേറൊരുത്തൊന്നും ജീവിക്കേ. എന്തായാലും സാറിനോട് ചെയ്ത വലിയ ചതിയായിപ്പോയി. ചതിക്ക് മറുമരുന്ന്? ചതി തന്നെ. തെരഞ്ഞെടുപ്പ് ഒരുതരം ചൂതുകളിയാണല്ലോ. കളിയിൽ ചതി പ്രയോഗിച്ചാണല്ലോ പാണ്ഡവന്മാരെ തോൽപ്പിച്ചത്. കറക്റ്റ്. കൂടെ നിന്ന് സ്വന്തം പാർട്ടിക്കാരനെ പാരവയ്ക്കുന്നത് ഈ മണ്ഡലത്തിൽ എന്റെ ഗ്രൂപ്പിനോ അവന്റെ ഗ്രൂപ്പിനോ ശക്തിയെന്ന്
ഇപ്പോഴെങ്കിലും നേതൃത്വം മനസ്സിലാക്കട്ടെ. ഓഹോ, ഇതൊക്കെയാണ് ഇവിടുത്തെ രാഷ്ട്രീയം അല്ലേ? കാലുവാരൽ, കൂറുമാറ്റം, കുതുകാൽ വെട്ട്, ഗ്രൂപ്പിസം, ഇതൊക്കെയാ. ഒരു കക്ഷിയിൽ നിന്നുകൊണ്ട് അതേ കക്ഷിക്കെതിരായി പ്രവർത്തിക്കുന്നത് പാർട്ടി വിരുദ്ധമല്ലേ? പാർട്ടി എനിക്ക് പുല്ലാണ് മിസ്റ്റർ. എന്നെ വെച്ചാൽ ഞാൻ പാര വയ്ക്കും. പാര എങ്ങനെ വെക്കണമെന്ന് ഇപ്പൊ കണ്ടില്ലേ? എത്രയോ പാര വെച്ച് തഴമ്പിച്ച കൈകളാണിത്. അതാണ് രാഷ്ട്രീയം. ദാ കേട്ട് പഠിച്ചോ. സൗകര്യമായിട്ട് ഒരു ദിവസം വരും, നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ഇനി വരുമ്പം 200 പേന്റെ ഒരു നോട്ട് ബുക്ക് കൂടി കൊണ്ടുവരണം. അതെന്തിനാ? അല്ല, ഈ പാര ഒപ്പ് പാര പാരായിട്ട് എഴുതിയെടുക്കാനാ. ഓ, നമസ്കരിച്ചോട്ടെ. പിന്നെന്താ, ഇങ്ങോട്ട് നമസ്കരിച്ചോ. പിന്നെ കാല് വാരരുത്. അതെന്തായാലും ഇല്ല. ഓക്കെ. അയ്യോ മേനി നോവുന്നു, അയ്യോ മേനി നോവുന്നു. ഞാൻ കാക്കെറിഞ്ഞതാ. നാരായണൻ, ഏതാണ് ഈ കുട്ടി? ഇത് കുട്ടിയോ? ഇവന് 2 കുട്ടികളുണ്ട്. അയ്യോ, പറഞ്ഞ പറച്ചില് കേട്ടില്ലേ? ഞാൻ കല്യാണം പോലും കഴിച്ചിട്ടില്ല. ഇവനാണ് ലംബോദരൻ, നമ്മുടെ മാത്തച്ഛന്റെ പിയെയോ? അതെന്താ? പശുവിനെ അഴിച്ചു കെട്ടുന്നവൻ. പശു അഴിച്ചു. മാത്തച്ഛനില്ലേ അത്? ഉണ്ട്, അതുണ്ട്. ഒന്ന് വിളിച്ചേ. ഇപ്പോ കാണാൻ കൊള്ളാത്ത നിലയില കാര്യം പറ ലംബോദര, ഞങ്ങൾ അത്യാവശ്യമായിട്ട് കാണാൻ വന്നതാ. നമസ്കാരം. 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 ഇതെന്താ ഇങ്ങനെ? ഇവനെ മുണ്ടെടുത്ത് നനയ്ക്കാനിട്ട് കളഞ്ഞു. 3 മാസം ഒരിക്കലാ മുണ്ടുണപ്പ്. പോടാ, കൂടെ കൂടെ നനച്ചാ മുണ്ടിന്റെ ബലം കുറയും. നീ പോയി കാപ്പി ഇട്ടുണ്ടോ? വന്നാട്ടെ വന്നാട്ടെ. അയ്യോ, ഇരിക്കാൻ തരാൻ ഒരു പാവോലും ഇല്ല. ഞങ്ങള് വന്ന കാര്യം പറഞ്ഞില്ല. ഞാനത് ചോദിക്കാൻ മറന്നു. എന്തിനാ വന്നേ? ഞങ്ങൾക്ക് കുറച്ച് രൂപ വേണം. വേണ്ട, വെറുതെ വേണ്ട. ഈ വയലിൻ വീണ 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 വെച്ചിട്ട് തന്നാ മതി. തനി സ്വർണ്ണാണോ? ഏയ്, തനി സ്വർണം. സ്വർണത്തിന്റെ വില കേറി ഇറങ്ങിയിരിക്കുമ്പോ ഈ ക്ലാപ്പൊക്കെ വിശ്വസിച്ച് എങ്ങനാ വാങ്ങുന്നേ? ഞങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാനാ. പണം വാങ്ങാൻ വരുമ്പം അവന്മാര് എന്റെ കാല് നക്കും. അത് തിരിച്ച് ചോദിക്കാൻ ചെല്ലുമ്പം അവന്മാരുടെ കാല് ഞാൻ നക്കണം. അതുകൊണ്ട് ഞാൻ ഈ പരിപാടി അങ്ങ് നിർത്തി. ഞങ്ങളൊരു 2 മാസത്തിനാവും തിരിച്ചു തരാം. തന്തയ്ക്ക് പിറന്നവനും തറവാട്ടി ജനിച്ചവനും തരും പോറ്റിയത്. നിങ്ങളൊക്കെ ചായ കുടിച്ചാണല്ലോ? അല്ല, അതെ അതെ അതെ. എന്താ, മരുന്നാണോ? അസുഖമൊന്നും ഉണ്ടായിട്ടല്ല. ഇവൻ പഞ്ചാര ഇട്ടാ ഞാൻ തെണ്ടിപ്പോ. ഭയങ്കര ചെലവാ. ചായയുടെ കയ്പൊന്ന് മാറാൻ ഒരു നുള്ളു വായിലിടും, അത്രേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ എന്ന് വരണം? ഒരു 1-ാം തീയതിയോട് അടുപ്പിച്ചിങ്ങോട്ടൊന്ന് വാ. പിള്ളേരുടെ പണം ഗൾഫിൽ നിന്നൊന്ന് വന്നോട്ടെ. അപ്പൊ ശരി, ആ, ഇറങ്ങട്ടെ. കൊടുത്തേക്കട്ടെ. ഭർത്താവേ, അൽഫോൺസാമേ. അപ്പൊ ഇയാൾ പണം